മാർച്ച് 16 അഫ്ഗാനിസ്ഥാന്റെ കാബൂളിലെ ഒരു ഹോസ്പിറ്റലിന് മേൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണം. ഏകദേശം 400ഓളം ആളുകൾ കൊല്ലപ്പെടുകയും 250ലധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്ന ഒരു ആക്രമണം ഇന്നലെ നടന്നു. നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷം അതൊരു സൈനിക സംഘർഷം എന്ന നിലയിൽ നിന്ന് ഒരു ഓപ്പൺ വാറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷം ഉണ്ടാവുന്നത്? എന്താണ് ഇത്ര പെട്ടെന്ന് ഒരു വ്യോമാക്രമണത്തിലേക്ക് പാകിസ്ഥാനെ നയിച്ച ഫാക്ടേഴ്സ്? നമുക്ക് കാണാം. പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, തെഹ്രീക്ക് താലിബാൻ എന്ന ഭീകര സംഘടനയുടെ ഭീഷണി. വേറൊന്ന്, താലിബാന്റെ പെട്ടെന്നുണ്ടായ നയമാറ്റം. മൂന്നാമതായി നമുക്ക് പറയാൻ പറ്റുന്നത് ദുരന്ത് ലൈൻ. ഓക്കെ, ഓരോന്നോരോന്നായിട്ട് കാണാം. ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത് തെഹ്രീക്ക് താലിബാൻ എന്ന ഭീകര സംഘടനയുടെ ഭീഷണി. അപ്പോ എന്താണ് ഈ തെഹ്രീക്ക് താലിബാൻ? 2007 പാകിസ്ഥാനിലെ ഗവൺമെന്റിനെ അട്ടിമറിച്ച് അവിടെ ശരീഅത്ത് നിയമപ്രകാരം ഒരു ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന ലക്ഷ്യത്തോടുകൂടി പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന പല ഭീകര സംഘടനകളും ചേർന്ന് രൂപീകരിക്കപ്പെട്ട മറ്റൊരു സംഘടനയാണ് തെഹ്രീക്ക് താലിബാൻ. എന്ന് പറയുമ്പോൾ പല മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ചേർന്ന് രൂപീകരിച്ച ഒരു സംഘടനയാണ് തെഹ്രീക്ക് താലിബാൻ. ഈ തെഹ്രീക്ക് താലിബാൻ എന്ന് പറയുന്ന സംഘടന പാകിസ്ഥാനിലെ കുറെ സൂയിസൈഡ് ബോംബിങ്സും അതുപോലെ സിവിലിയൻ അറ്റാക്കും പാകിസ്ഥാൻ സോൾജിയേഴ്സിന് മേലും പാകിസ്ഥാൻ പോലീസിന് മേലുമെല്ലാം പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ 2008 പാകിസ്ഥാൻ ഗവൺമെന്റ് ഇവരെ ഒഫീഷ്യലി പ്രോസ്ക്രൈബ് ചെയ്തു. എന്ന് വെച്ചാൽ ഒഫീഷ്യലി ബാൻ ചെയ്തു. അങ്ങനെ തെഹ്രീക്ക് താലിബാൻ എന്ന് പറയുന്ന ഒരു അധ്യായം 2008 പാകിസ്ഥാൻ ക്ലോസ് ചെയ്തു. എന്നാൽ അവിടെ കൊണ്ട് ആ കഥ തീർന്നില്ല. തെഹ്രീക്ക് താലിബാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് ചേക്കേറി അവിടെ അവർ സുരക്ഷിതമായ താവളങ്ങൾ കണ്ടെത്തി അവിടെ ഇരുന്ന് പാകിസ്ഥാനിലേക്കുള്ള ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ഈ കഴിഞ്ഞ മാസം, അതായത് ഫെബ്രുവരിയിൽ ഇസ്ലാമാബാദിലെ ഒരു ഷിയ പള്ളിക്ക് നേരെയും അതുപോലെ തന്നെ ബജൌറിലെ സൈനിക പോസ്റ്റിന് നേരെയും താലിബാന്റെ ഭാഗത്തു നിന്നും വലിയ ആക്രമണങ്ങൾ ഉണ്ടായി. അതെല്ലാം ആയിരിക്കാം ഒരുപക്ഷെ ഇന്നലെ ഇത്രയും വലിയ ഒരു എയർ സ്ട്രൈക്ക് നടത്താൻ പാകിസ്ഥാനെ പ്രേരിപ്പിച്ചത്. ഇനി രണ്ടാമതായിട്ട് പറയുന്ന കാരണം താലിബാന്റെ പെട്ടെന്നുള്ള നയമാറ്റമാണ്. നയമാറ്റം എന്ന് പറയുമ്പോഴേക്കും ദശകങ്ങളായിട്ട് പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു സംഘടനയായിരുന്നു താലിബാൻ. പെട്ടെന്ന് പാകിസ്ഥാൻ ആ സപ്പോർട്ടെല്ലാം പിൻവലിച്ച് തങ്ങളുടെ ശത്രുവായിട്ട് താലിബാനെ പ്രഖ്യാപിച്ചു. അതിന് പാകിസ്ഥാൻ പറയുന്ന ന്യായങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമതായി തന്നെ തെഹ്രീക്ക് താലിബാനോടുള്ള താലിബാന്റെ പ്രോത്സാഹനമാണ്. അതായത് ആ സംഘടനയെ ബാൻ ചെയ്യുന്നതിന് പകരം അവരെ എൻകറേജ് ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ് താലിബാൻ ചെയ്യുന്നതെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നു. അതുപോലെ താലിബാന് ഇന്ത്യയോടുള്ള സോഫ്റ്റ് ഡിപ്ലോമസി. നമ്മൾ ഈ താലിബാൻ എന്ന് ഉദ്ദേശിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ തന്നെയാണ്. കാരണം ഇപ്പൊ അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് താലിബാൻ ആണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ താലിബാൻ എന്നുള്ള വാക്കിന് കുറച്ചുകൂടി സ്ട്രെസ് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാരണം താലിബാന് ഇന്ത്യയോടുള്ള സോഫ്റ്റ് ഡിപ്ലോമസിയാണ്. മൂന്നാമതായി നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാരണം എന്ന് പറയുന്നത് പാകിസ്ഥാൻ പറയുന്നതൊന്നും താലിബാൻ അനുസരിക്കുന്നില്ല. പാകിസ്ഥാനെ താലിബാൻ ധിക്കരിക്കുന്നു. ഇതെല്ലാമാണ് താലിബാന് മേലുള്ള അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന് മേലുള്ള ആക്രമണത്തിനെ ന്യായീകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ വൃത്തങ്ങൾ പറയുന്നത്. ഇനി ഇപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, തെഹ്രീക്ക് താലിബാന്റെ പ്രശ്നം. രണ്ടാമത്, താലിബാന്റെ നയമാറ്റം. മൂന്നാമതായിട്ട് ദുരന്ത് ലൈൻ. ദുരന്ത് ലൈൻ എന്ന് പറയുന്നത് ചരിത്രപരമായി തന്നെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എന്നീ 2 രാജ്യങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു ബൗണ്ടറി ലൈനാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും രണ്ടുപേരും ഈ ലൈനെ ഒഫീഷ്യലായി അംഗീകരിച്ചിട്ടില്ല. ഇവിടെയുള്ള വേലികളും അതുപോലെ തന്നെ സൈനിക പോസ്റ്റുകളുടെ എല്ലാം പേരിൽ നിരന്തരമായിട്ട് ഇവിടെ സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ഇന്നത്തെ വാറിനെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമല്ല, എന്നാലും അതും ഇവിടെ ഒരു കാര്യമായി നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഇതിനെല്ലാം പുറമെ വേറൊരു പ്രശ്നമുണ്ട്. പശ്ചിമേഷ്യ ഓൾറെഡി തന്നെ സംഘർഷത്തിലാണ്. അവിടെ ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു. അതിനുശേഷം അമേരിക്കയും ഇസ്രായേലും ഇറാനെ തുടർച്ചയായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ലോകരാജ്യങ്ങളുടെയും മാധ്യമങ്ങളുടെയും എല്ലാം ശ്രദ്ധ പശ്ചിമേഷ്യയിലാണ്. ഈ അവസരം ശരിക്കും പാകിസ്ഥാൻ മുതലെടുക്കുകയല്ലേ ചെയ്തത്? കാരണം അന്താരാഷ്ട്ര ശ്രദ്ധ മുഴുവൻ പശ്ചിമേഷ്യയിലാണ്. അപ്പോൾ പാകിസ്ഥാൻ ഇവിടെ ഒരു അറ്റാക്ക് നടത്തിയാലും അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദം പാകിസ്ഥാന് മേൽ വരുന്നില്ല. അപ്പോൾ ഇതൊരു മുതലെടുക്കലായും നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലെ നടന്ന അറ്റാക്കിനെ കുറിച്ച് ഇന്ത്യ ഇതുവരെ ഒഫീഷ്യലായിട്ട് ഒരു പ്രതികരണവും നടത്തിയിരുന്നില്ല. എന്നാൽ കുറച്ചു മുമ്പ് ഇന്ത്യയുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഇറ്റ് ഇസ് എ ബ്ലാറ്റന്റ് അസോൾട്ട് ഓൺ താലിബാൻ സോവറിറ്റി.
അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ സോവർണിറ്റി എന്നാണ് ഇന്ത്യ പറഞ്ഞേക്കുന്നത്. അതായത് അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് മേലുള്ള നഗ്നമായ ഒരു ആക്രമണം. ഈ യുദ്ധം ഇവിടം കൊണ്ട് അവസാനിക്കുമോ, അതോ സൗത്ത് ഏഷ്യയിൽ പുതിയൊരു യുദ്ധത്തിലേക്കുള്ള തിരികൊളുത്തലാണോ ഇത്? ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ.